ബ്രഹ്മസൂത്രം ഒന്നാമത്തെ സൂത്രം കഴിഞ്ഞു. അഥാതോ ബ്രഹ്മജിജ്ഞാസ. അവിടത്തെ രണ്ടാമത്തെ പദത്തിന്റെ അർത്ഥം എന്താ? അതഃ തസ്മാത് കാരണാത്. ഏത് കാരണം കൊണ്ട്? സാധന ചതുഷ്ടി സമ്പത്തി കാരണമായിട്ടുണ്ട്. എന്ത് ചെയ്യണം നീ? വിചാരം ചെയ്യണം. ജിജ്ഞാസ, ബ്രഹ്മത്തിൽ ജിജ്ഞാസ ചെയ്യണം. ബ്രഹ്മത്തിൽ ജിജ്ഞാസ, ബ്രഹ്മവിഷയക ജിജ്ഞാസ കർത്തവ്യ. ഇനി നിങ്ങൾ രണ്ടാമത്തെ സൂത്രത്തിലേക്ക് പോകുന്നതിന് 45-ാമത്തെ പേജില് ടീക്ക നോക്കിക്കോ. പ്രഥമ സൂത്രേണ ശാസ്ത്രാരംഭം ഉപപാദ്യ ശാസ്ത്രം ആരഭമാണ് പൂർവോത്തര അധികരണയോ സംഗതിം വക്തും വൃത്തം കീർത്തയതി. പ്രഥമ സൂത്രേണ ഒന്നാം സൂത്രം കൊണ്ട് എന്ത് പറഞ്ഞു? ശാസ്ത്രാരംഭം ഉപപാദ്യ, ശാസ്ത്രത്തിന്റെ ആരംഭം നമ്മൾ തുടങ്ങിയ ചർച്ച എന്തായിരുന്നു? ശാസ്ത്ര ആരംഭം ചെയ്യണോ അതായത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഈ ഒരു ശൈലി ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളുടെ ആരംഭത്തിലുണ്ടാവും. അതായത് ഇത് ഉത്തരമീമാംസ പൂർവമീമാംസ ഭേദങ്ങളില് പൂർവമീമാംസ ഭാഗത്തിലൂടെ തന്നെ സകല വേദാർത്ഥ നിർണയവും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാല് ആ നിർണയത്തിൽ ഭിന്നമായിട്ട് ഉത്തരമീമാംസ പ്രസംഗം ആരംഭിക്കേണ്ടതില്ല എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. പക്ഷെ പ്രസംഗം എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ, അതായത് അഥാതു ധർമ്മജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് ധർമ്മസംബന്ധിയായിരിക്കുന്ന വിചാരം മാത്രമേ ചെയ്തു തീർത്തിട്ടുള്ളൂ. അതായത് കാര്യമാണ് ധർമ്മം, കാര്യമാണ് സ്വർഗാദികൾ, അവയെക്കുറിച്ചുള്ള ചർച്ചയല്ലാതെ നിത്യസിദ്ധബുദ്ധമുക്ത വസ്തുവിന്റെ എന്ന് പറഞ്ഞാല് സിദ്ധവസ്തുവിന്റെ നിരൂപണം അവിടെ നടന്നിട്ടില്ല. അവിടെ നിർണയം നടക്കാത്ത കാര്യങ്ങളുടെ നിർണയത്തിന് വേണ്ടിയാണ് ഉത്തരമീമാംസ ആരംഭിക്കുന്നത്. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഫലം ലോകാന്തർഗതമാണ്. ലോകാന്തർഗതം അല്ലാത്തൊരു ഫലം പൂർവമീമാംസ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകാന്തർഗതമല്ലാത്ത ലോകം ഏതൊരു ബ്രഹ്മത്തിലാണോ അധ്യസ്ഥമായിരിക്കുന്നത് താദൃശ ബ്രഹ്മ നിരൂപണത്തിനായിട്ട്, കാരണം അതിന് ഫലമുണ്ട്. ഫലം എന്താ? കൈവല്യം. ഫലമുള്ളതായതിനാൽ താദൃശ ഫലജനകനായിരിക്കുന്ന ഫലം എന്നുള്ള ശരിക്ക് മോക്ഷമല്ല. മോക്ഷം ഫലം എന്ന് പറയുന്നത് പോലും അജ്ഞാന നിവൃത്തി ഉപലക്ഷിതമായിരിക്കുന്ന മോക്ഷം. മോക്ഷം എന്താണ്? സ്വരൂപമാണ്. സ്വരൂപം ആരുടേത്? ഈശ്വരന്റെ സ്വരൂപമാണോ മോക്ഷം? അല്ല, ശുദ്ധചൈതന്യ സ്വരൂപമാണോ മോക്ഷം? ശുദ്ധ ചൈതന്യ സ്വരൂപം, സ്വന്തം സ്വരൂപമാണ് മോക്ഷം. തന്റെ തന്നെ സ്വരൂപമാണ് അത് മോക്ഷം, അല്ലെ വേറെ ആരുടെയെങ്കിലും? ഇതുപോലെ അതായത് ഉപാസനാ സ്ഥലത്ത് തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു വസ്തുവിനെ ഞാനെന്ന് ധരിച്ച് ഉപാസന അങ്ങനെയാണ്. വേറൊരു വസ്തു വേറൊന്നിലേക്ക് അധ്യാസ സ്ഥലമാണ് ഉപാസന. അത് നിങ്ങൾ നിർഗുണം ചെയ്താലും സഗുണം ചെയ്താലും എല്ലാം ചെയ്യുന്നവന് തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു ബോധം അവിടെ നിലനിൽക്കും. നിർഗുണത്തില് ഐക്യബുദ്ധി സ്ഥലത്ത് പോലും, അതായത് സഗുണത്തിൽ തന്നെ ഐക്യബുദ്ധി സ്ഥലമുണ്ട്. നിർഗുണ ഉപാസന വളരെ കുറച്ച് പറയത്തുള്ളൂ. അതും ഉപാസന മാത്രമാണ്. ഉപാസനയല്ല ആവശ്യം, വിചാരമാണ് ആവശ്യം. ആ വിചാരത്തിൽ നിന്ന് മാത്രമേ വിചാരാധി ബോധം, ആ ബോധം ഉത്പന്നമാകുകയാണെങ്കിൽ അജ്ഞാനം നഷ്ടപ്പെടുന്നതിനാൽ അജ്ഞാന നാശോപലക്ഷിതമായിരിക്കുന്ന കൈവല്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതിനാൽ താദൃശ കൈവല്യ പ്രാപ്തിക്കായിട്ട് വിചാരം ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നപ്പോൾ താദൃശ വിചാര ശാസ്ത്രം അല്ലെ, പ്രഥമ സൂത്രത്താൽ ശാസ്ത്ര ആരംഭം, വിചാരശാസ്ത്രത്തിന്റെ ആരംഭമാണ്. ഇവയുടെ ആരംഭം ചെയ്യണമെന്ന് പ്രതിപാദിച്ചിട്ട് ഉപപാദ്യ. അതെന്തുകൊണ്ടാ? അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങൾ ഇല്ല എങ്കിൽ ഒരു ഗ്രന്ഥത്തിന് നിങ്ങൾ ഏതൊരു അധികാരിയെയും വിഷയത്തെയും സംബന്ധത്തെയും പ്രയോജനത്തെയും പറയാൻ ഉദ്ദേശിക്കുന്നുവോ അതൊന്നും സംഭവിക്കത്തില്ലെങ്കിൽ പിന്നെ താദൃശ ഗ്രന്ഥം ആരംഭിക്കാൻ പാടില്ല. ഇതിനെ കണ്ടം നടത്തിയിട്ട് സിദ്ധാന്തി അവതരിപ്പിച്ചു, അല്ല ഇവിടെ ഫലമുണ്ട്, അധികാരിയുണ്ട്, വിഷയമുണ്ട്, സംബന്ധമുണ്ട്, ആയതിനാൽ ഗ്രന്ഥാരംഭം ചെയ്യണം. ഇപ്രകാരം നിരൂപണം നടത്തിയിട്ട് ശാസ്ത്രം ആരംഭമാണ്, ശാസ്ത്രം ആരംഭിക്കാൻ പോകുന്ന ഭാഷ്യകാരൻ പൂർവോത്തര അധികരണയോ സംഗതിയും വക്തും. പൂർവാധികരണം ഒന്നാമത്തെ അധികരണം ജിജ്ഞാസാധികരണം. അടുത്ത അധികരണമാണ് ജന്മാദ്യധികരണം. ആ അധികരണങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര സംബന്ധം പറയണം. ഈ ഒരു ശൈലി ഒന്നും നമ്മുടെ നവീന ലോകത്ത് ഗ്രന്ഥങ്ങളിലില്ല. ഇത് പൂർവകാല ശൈലിയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും പരസ്പരം അധികരണം വഴി മറ്റൊരു അധികരണത്തിന് സൂത്രവുമായിട്ട് ആരംഭത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതേപോലെ തന്നെ ഈ പാദവും അടുത്ത പാദവുമായിട്ട് ഇങ്ങനെയൊക്കെ സംബന്ധം പറയണം. ഇവിടെ ഇപ്പോൾ പൂർവോത്തര അധികരണങ്ങൾ തമ്മിലുള്ള
സംഗതി സംഗതി എന്ന് പറഞ്ഞ സംബന്ധം വക്തും പറയാനായിട്ട് വൃത്തം കീർത്തേതി വൃത്തം എന്ന് പറഞ്ഞാൽ അതീതം അതീതം എവിടെ അതീതമായിരിക്കുന്നേ ഒന്നാമത്തെ സൂത്രത്തിൽ. അത്രേ ഉള്ളൂ. ഒന്നാം സൂത്രത്തിലാണ് അതീതം എന്ന് പറയുന്നത്, അല്ലാതെ എന്നോ തീർന്നതല്ല. വൃത്തം അതീതം ഒന്നാം സൂത്രത്തിലൂടെ പറഞ്ഞു തീർത്ത കാര്യത്തെ കീർത്തയതി കീർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് പറയാണ്. ഭാഷ്യം കണ്ടു നീ. ബ്രഹ്മ ജിജ്ഞാസിതവ്യം ഇത്യുക്തം. ബ്രഹ്മ ജിജ്ഞാസ ചെയ്യണം, ബ്രഹ്മ ജിജ്ഞാസ ചെയ്യണം, ബ്രഹ്മ ജിജ്ഞാസയുടെ വിഷയമാകണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. എന്ന് പറയുന്ന അർത്ഥം ഞാ ധാതു അതേപോലെ സൻ പ്രത്യോ. ഞാ ധാതുവിന്റെ അർത്ഥമാണ് അപരോക്ഷ ബ്രഹ്മജ്ഞാനം. പിന്നെന്താ ഉള്ളത്? സൻ പ്രത്യയം. സൻ പ്രത്യയം ഏതർത്ഥത്തിൽ വന്ന? ഇച്ഛാർത്ഥത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സൻപ്രത്യത്തിന്റെ അർത്ഥമായിരിക്കുന്ന ഇച്ഛയിൽ നിന്ന് വിചാരത്തിൽ ലക്ഷണം ചെയ്തിട്ട് ബ്രഹ്മജ്ഞാനായ വിചാര കർത്തവ്യ എന്നുള്ളതാണ് മൊത്തം അർത്ഥം. ഇപ്പൊ ടീക്കയിൽ കാണാൻ ടീക്ക നോക്ക്. മുമുക്ഷുണ ബ്രഹ്മജ്ഞാനായ വേദാന്ത വിചാര കർത്തവ്യ ഇത്യുക്തം. ഇതാണ് പറഞ്ഞത്. അതൊരു ചെറിയൊരു ഭാഗം പറഞ്ഞാൽ ബാക്കി നിങ്ങൾ പൂർവ്വകാന്ഡം മൊത്തം എടുത്തിട്ട് മനസ്സിലായിക്കൊള്ളണം. ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയായിരിക്കും. മുമുക്ഷുണ മോക്തും ഇച്ഛുഹും മുമുക്ഷു തേന മുമുക്ഷുണ എന്ന് പറഞ്ഞാൽ സാധന ചതുഷ്ടേ സമ്പന്നേനാന്ന് മനസ്സിലായിക്കൊള്ളുക. അവനാൽ എന്ത് ചെയ്യണം? ബ്രഹ്മജ്ഞാനത്തിനായിട്ട്. ഇതെവിടെ നിന്നാണ് ഈ ബ്രഹ്മജ്ഞാനത്തിനായിട്ട് എന്ന് അർത്ഥം കിട്ടിയത്? ബ്രഹ്മജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് ബ്രഹ്മശബ്ദത്തിനർത്ഥം അപരോക്ഷ ബ്രഹ്മജ്ഞാനായ എന്നായിരുന്നു. അതാണ് വേദാന്ത വിചാരം എന്നുള്ള അർത്ഥം എവിടുന്ന് കിട്ടി? വിചാര എന്നുള്ളത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇച്ഛയ്ക്ക് ലക്ഷണം ചെയ്തു വിചാരം. ഇച്ഛയുടെ ലക്ഷണം മാത്രമാണ് ഇത് വിചാരത്തിൽ ചെയ്തിരിക്കുന്നത്. ഏതിന്റെ വിചാരമാണ്? വേദാന്തത്തിന്റെ വിചാരം. വേദാന്ത വിചാര കർത്തവ്യ. അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തിനായിട്ട് വേദാന്ത വിചാരം ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇത്യുക്തം ബ്രഹ്മണോ വിചാരത്വക്യ അർത്ഥാത് പ്രമാണാദി വിചാരാണ പ്രതിജ്ഞാതത്വേപി ബ്രഹ്മപ്രമാണം ബ്രഹ്മയുക്തിരിത്യാദി വിശിഷ്ട വിചാരാണാം വിശേഷ ബ്രഹ്മജ്ഞാനം വിനാ കർത്തുമശക്യത്വാത് തസ്വരൂപജ്ഞാനായ ആദോ ലക്ഷണം വക്തവ്യം തന്ന സംഭവതീത്യാക്ഷിപ്യ സൂത്രകൃതം പൂജയന്നേവ ലക്ഷണസൂത്രം അവതാരയതി. അതായത് ബ്രഹ്മവിചാരം നടത്തണം. വെറുതെ ഇരുന്നിട്ട് ആകാശം നോക്കിയിരുന്ന വിചാരം നടക്കുക. ബ്രഹ്മവിചാരം നടത്തണം. അതാണ്. പഠനത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രഹ്മവിചാരം ചെയ്യൂ. ഈ ഡയലോഗ് നിങ്ങൾ കുറെ കേൾക്കാൻ. നിങ്ങൾ ഈ ആശ്രമ ഫീൽഡിലേക്ക് ഒന്ന് കാലുകുത്തിയാൽ ഇങ്ങനെ എന്താ കേൾക്കേണ്ടി വരും? ആശ്രമം മാത്രമല്ല, പുറമേ ഉണ്ട് കുറെ ആൾക്കാർ. ചോദിക്കോ അതെങ്ങനെയാ പോകുന്നത്? ബ്രഹ്മണോ വിചാരത്വക്തിയ ബ്രഹ്മത്തിന്റെ വിചാര കഥനത്തിലൂടെ അതായത് കേവലം ബ്രഹ്മത്തെ അങ്ങോട്ട് വിചാരം ചെയ്യാൻ പറ്റില്ലല്ലോ. വിചാരം എന്ന് പറയുന്ന അർത്ഥം ശ്രവണ മനന നിധിധ്യാസനം ചേർന്നുള്ള ഒറ്റ സ്വരൂപമാണ് വിചാരം. അപ്പോൾ ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന ശാസ്ത്രശ്രവണം അത് കേട്ടിരിക്കുക എന്നല്ലല്ലോ അർത്ഥം. വ്യാഖ്യാനം എന്ന് പറയുന്ന അർത്ഥം പദച്ഛേദ പദാർത്ഥോക്തി വാക്യാർത്ഥോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം വ്യാഖ്യാനം പഞ്ചലക്ഷണം. പദച്ഛേദ സമസ്ത പദമാണെങ്കിൽ പദച്ഛേദം നടത്തണം, പദാർത്ഥ കഥനം നടത്തണം, പദാർത്ഥോക്തി. പദാർത്ഥങ്ങളുടെ കൂട്ടിയോജിപ്പിച്ചുണ്ടാവുന്നതാണ് വാക്യാർത്ഥം. ഇനി ഒരു വാക്യവുമായിട്ട് മറ്റൊരു വാക്യത്തെ യോജന ചെയ്യിപ്പിക്കണം എന്ന് പറയാൻ സംബന്ധിപ്പിക്കണം. വാക്യാർത്ഥോ വാക്യയോജന. ഇനി അവിടെ ആക്ഷേപം വരും, അല്ലെങ്കിൽ ആക്ഷേപം സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം. ആക്ഷേപസ്യ സമാധാനം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വ്യാഖ്യാനം എന്ന് പറയാൻ പാടുള്ളൂ. വ്യാഖ്യാനം പഞ്ചലക്ഷണം. ഈ വ്യാഖ്യാനം കേട്ടിട്ടാണ് ശാസ്ത്രം പഠിക്കുക. അല്ലാതെ വായിച്ചു പോയത് കൊണ്ടോ പാരായണം കൊണ്ടോ അല്ല ഈ വസ്തുസ്ഥിതി മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾവിയല്ല. പാരായണത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കേട്ടിരിക്കാം, രസമാണ്. മനസ്സിലായോ? അതല്ല, അർത്ഥവിചാരം ചെയ്യണം. അർത്ഥം ശബ്ദത്തിലൂടെ പറയപ്പെട്ടിരിക്കുന്ന അർത്ഥത്തെ ശബ്ദത്തിനെ ഉപയോഗിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെ മാത്രമേ വസ്തുവിന്റെ ബോധം കേൾക്കുന്ന ആൾക്ക് വരത്തുള്ളൂ. അതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. ശ്രവണാനന്തരം എന്ത് വരും? മനനം. മനനം എന്ന് പറയുന്ന അർത്ഥം യുക്തിയ സംഭാവിതത്വ അനുസന്ധാനം മനനമിത്യഭിധീയതേ. യുക്തിയാൽ ഇതിങ്ങനെ ഒരു വസ്തു സംഭവിക്കാം എന്നുള്ള അനുസന്ധാനമാണിത്. അത് ചാന്തോക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു മണ്ണിന്റെ ജ്ഞാനത്താൽ മണ്ണിൽ നിന്ന് ഉത്പന്നമാവുന്ന സകല ഘടശരാവാദികളുടെ ജ്ഞാന പ്രകാരം ഉണ്ടാവുന്നു പോകും.
ഒരു സുവർണ പിണ്ടജ്ഞാനത്താൽ സുവർണത്തിൽ നിന്ന് ഉത്പന്നമാവുന്ന എല്ലാ ആഭരണങ്ങളുടെയും ജ്ഞാനം എപ്രകാരം ഉണ്ടാവുന്നുവോ ഇപ്രകാരം ഏകനായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്താൽ സകല വസ്തുക്കളും അറിയപ്പെടുമോ? പറയാൻ ഏകനായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്താൽ സകല വസ്തുജ്ഞാനം ഉണ്ടാവുന്ന പറയുന്നത് അത് ശരിയാണോ? ശരിയാണ് സ്വാമിജി. പറഞ്ഞത് പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ അല്ലെ? നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരുമുഖിയല്ലേ. പിന്നെ എനിക്ക് അറിയാനായിട്ട് ബാക്കിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ സർവജ്ഞാനല്ലേ. അതാണ് അവിടുത്തെ സംഗതി. അതായത് ബ്രഹ്മവസ്തു അറിയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊന്നും അവശേഷിക്കത്തില്ല അറിയാനായിട്ട്. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞെന്ന് പറയുന്നത്. അല്ലാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വിഷയങ്ങളിൽ ഇടപെട്ടിട്ടേക്ക് ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, അരതിർ ജനസംസദീന. ജനസംസദികളിൽ അരതിയാണ്. ഇവിടെ ഇപ്പോൾ മൈക്ക് കെട്ടിയിട്ടാണ് ദർശനം കൊടുക്കാൻ പോകുന്നത്, ഓൺലൈനിലാണ് ഗുരുക്കന്മാര്. ഇതെല്ലാം സംഭവം ഇത് ദൂരത്താണ്. ബ്രഹ്മണ വിചാരത്വ അർത്ഥാത് ഇതിൽ നിന്ന് എന്ത് സിദ്ധിച്ചിട്ടുണ്ട്? പ്രമാണാദി വിചാരാണ പ്രതിജ്ഞാതത്വേപി. പ്രമാണാദി വിചാരങ്ങളുടെ പ്രതിജ്ഞയും ബ്രഹ്മവിചാരത്വ കഥനത്താൽ നടന്നിട്ടുണ്ട്. കാരണം ബ്രഹ്മത്തെ വേറെ അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബ്രഹ്മ സംബന്ധിയായിരിക്കുന്ന പ്രമാണം വേണം, ലക്ഷണം വേണം, യുക്തി വേണം. അതുകൊണ്ട് ബ്രഹ്മവിചാരം പറയുന്നതിലൂടെ തന്നെ ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന പ്രമാണാദികളുടെ വിചാരവും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ? ബ്രഹ്മപ്രമാണം ബ്രഹ്മയുക്തിരിത്യാദി വിശിഷ്ട വിചാരാണാം. ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന പ്രമാണവും ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന യുക്തിയും ഇങ്ങനെയിരിക്കുന്ന വിശിഷ്ട വിചാരങ്ങൾക്ക് എന്താവശ്യമുണ്ട്? വിശേഷ ബ്രഹ്മജ്ഞാനം വിനാകർത്തം അശക്യത്വാത്. വിശേഷ ബ്രഹ്മ വസ്തു എന്താണെന്നറിയാതെ വസ്തു സംബന്ധിയായിരിക്കുന്ന വിചാരം എങ്ങനെ സമ്പന്നമാവും? ആ വിചാരമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന പ്രമാണം, ബ്രഹ്മവിഷയമായിരിക്കുന്ന പ്രമാണം, ബ്രഹ്മവിഷയമായിരിക്കുന്ന യുക്തി സമ്പന്നമാവണമെങ്കിൽ ആദ്യം ബ്രഹ്മവസ്തു എന്താന്ന് പറയണ്ടേ? മനസ്സിലാകുന്നുണ്ടോ? ബ്രഹ്മത്തെ ആദ്യം നിശ്ചയിച്ചിട്ട് വേണം അതിന് പ്രമാണം ഉണ്ടോ, അതിന് യുക്തി ഉണ്ടോ എന്ന് അറിയേണ്ടത്. അപ്പൊ ആദ്യം ആ വസ്തുവിനെ കുറിച്ച് പറ നിങ്ങൾ. സ്വരൂപജ്ഞാനായ ആദോ ലക്ഷണം വക്തവ്യം. ആദ്യം എന്ത് വേണം? ലക്ഷണം പറയണം. ലക്ഷണ പ്രമാണഭ്യം വസ്തുസിദ്ധി. ലക്ഷണത്തിലൂടെ വസ്തുവിനെ പറഞ്ഞ ശേഷം ഇനി ആ വസ്തുവിനെ സംബന്ധിച്ചിരിക്കുന്ന പ്രമാണമുണ്ടോ, യുക്തി ഉണ്ടോ എന്ന് അന്വേഷിക്കാം. അതുകൊണ്ട് ആദ്യം എന്ത് വേണം? ലക്ഷണം വേണം. ലക്ഷണം പ്രമാണം. ലക്ഷണ പ്രമാണഭ്യം വസ്തുസിദ്ധി. അത് പ്രതിജ്ഞ മാത്രമാണ്. ആദ്യം ലക്ഷണം വരട്ടെ. ലക്ഷണത്തിലൂടെ വൃത്തിയുടെ ലക്ഷണം എന്താ? ഗന്ധവത്വം പ്രത്യാഹ ലക്ഷണം. ഗന്ധവത്വം പ്രത്യാഹ ലക്ഷണം എന്ന് നൈയായികം ചെയ്യും. ശരിയേ? ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ലക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഞങ്ങളുടെ ബ്രഹ്മം ഗുരുവിന്റെ അടുത്താണ് ചോദ്യം. ഇങ്ങനെ കണ്ണുരുട്ടിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ചോദിക്കാൻ പാടില്ല, മിണ്ടാതിരി. ഇതെല്ലാ ആശ്രമത്തിലും കാണാമെന്നുള്ളതാണ്. ഗുരുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ശിഷ്യം ബാക്കി എല്ലാവരും പേടിപ്പിക്കും. ആരോടത്തുണ്ട് ഗുരു പിടിച്ചു തന്നു ഇല്ലല്ലോ. ഇങ്ങനെ എന്തൊക്കെ ഡ്രാമ കാണുന്നുള്ളതാണ്. ശരി. അപ്പോൾ ഇവിടെ യാതൊരു എക്സ്ക്യൂസും ഇല്ല. ശബ്ദം മാത്രം പ്രമാണം. അത് വിശദീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ ഗുരുജി. അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? കർഗഹോമത്തിലേക്ക് നടന്നുവിടുക. അറ്റ്ലീസ്റ്റ് പിതൃപൂജയെങ്കിലും ചെയ്യുക. കാരണം അമാവാസി വരാൻ പോകുന്നു. എല്ലാ പിതൃക്കന്മാരും സന്തുഷ്ടരാകട്ടെ. സ്വരൂപജ്ഞാനത്തിനായിട്ട് ആദ്യം ലക്ഷണം പറയണം. പക്ഷേ തന്നെ സംഭവതി, അത് സംഭവിക്കത്തില്ല. ലക്ഷണമില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ലക്ഷണം ഇവിടെ സംഭവിക്കത്തില്ല. ലക്ഷണത്തിലൂടെ വസ്തുവിന്റെ സ്വരൂപം സിദ്ധിച്ചെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ പ്രമാണാദികളിലൂടെ യുക്തികളിലൂടെ ബ്രഹ്മവിചാര സമ്പന്നാവത്തുള്ളൂ. പക്ഷെ ഇവിടെ സ്വരൂപം കാണിക്കാനായിട്ട് ലക്ഷണം നിലനിൽക്കുന്നില്ല. ആക്ഷേപ്യ എന്ന് പൂർവപക്ഷ ആക്ഷേപം നടത്തേ. സൂത്രകൃതം പൂജയൻ. സൂത്രകാരനാരാ? വ്യാസഭഗവാനാണെന്ന് പറയപ്പെടുന്നു അല്ലെ? ബാദരായണ വ്യാസ. കാരണം ഇക്കാര്യത്തിലൊക്കെ പലർക്കും പല മതഭേദമാണ്. അങ്ങേരെഴുതി ഇങ്ങേരെഴുതി. പക്ഷെ ഈ ബ്രഹ്മസൂത്രത്തിന്റെ കാര്യത്തിൽ വ്യാസഭഗവാൻ. പക്ഷെ ഇങ്ങേര് തന്നെയാണ് പുരാണാദികൾ മൊത്തം എഴുതി തീർത്തതെന്നൊക്കെയുള്ള കാര്യത്തിൽ പലർക്കും പല അഭിപ്രായമുണ്ട്. മൂത്താചാരനായതുകൊണ്ട് അതേപോലെ വിഴുങ്ങണമെന്നൊന്നുമില്ല. കാരണം കാലഘട്ടത്തിന്റെ വ്യത്യാസമൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പലരും എഴുതി തീർത്താണ് മനസ്സിലായി. അപ്പൊ ആരെഴുതിയാലും നമുക്ക് വിഷയമൊന്നുമില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്.
ഇല്ലല്ലോ, ഞങ്ങൾ മാനിക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടില്ലെന്ന് പറ. മനസ്സിലാവാനല്ലല്ലോ, ബ്രഹ്മസൂത്രം മനസ്സിലാക്കാനാണോ? സൂത്രകൃത സൂത്രകർത്താവായിരിക്കുന്ന വ്യാസഭഗവാനെ പൂജിച്ചും കൊണ്ട് പൂജയൻ ലക്ഷണസൂത്രം അവതാരയതി. ആദ്യം നമ്മൾ ബ്രഹ്മത്തിന്റെ ലക്ഷണം അവതരിപ്പിക്കാൻ പോവാണ് സൂത്രത്തിലൂടെ. അതുകൊണ്ട് സൂത്രേണ ലക്ഷണം അവതാരയതി, ലക്ഷണസൂത്രം അവതാരയതി. ലക്ഷണമാണ് സൂത്രത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് ആ ലക്ഷണസൂത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഭാഷ്യം കണ്ടോ? കിൽ ലക്ഷണം പുനഃതദ് ബ്രഹ്മ. ഇത് ആക്ഷേപാർത്ഥത്തിലാണ്. കിം കിം ചോദ്യാർത്ഥത്തിൽ വരാം, ആക്ഷേപാർത്ഥത്തിലും വരാം. ഇവിടെ ആക്ഷേപമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ലക്ഷണം ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആക്ഷേപം വരുമ്പോൾ നിരാകരണമാണ് വരിക. കിൽ ലക്ഷണം പുനഃതദ് ബ്രഹ്മ. ബ്രഹ്മ പിന്നെ ഏത് ലക്ഷണത്തോടു കൂടിയതാണ്? അങ്ങനെ ഒരു ലക്ഷണം ബ്രഹ്മത്തിനില്ല. യാതൊരു ലക്ഷണ സിദ്ധിയുടെ അഭാവത്താൽ ഇനി പ്രമാണാദി വിചാരത്തിലൂടെ ബ്രഹ്മവിചാരം ചെയ്യാൻ പറ്റാതെ പോകും. ഇതാണ് ഉദ്ദേശിച്ചത് പൂർവക്ഷി. ഇതി അതാഹ. ഇവിടെ ഇതി വരെ ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ ആക്ഷേപമാണ്. അത് ആഹ ഭഗവാൻ സൂത്രകാരഹ. അതിന് ഉത്തരമായിട്ട് പറയുന്നു. ആര്? സൂത്രകാരനായിരിക്കുന്ന ഭഗവാൻ. പേര് പറയത്തില്ല ഞങ്ങളതിനാണ് ബഹുമാനം കൂടി കഴിഞ്ഞാൽ പേര് വിളിക്കൂല. അതിനൊക്കെ കുറെ ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ആത്മനാമ ഗുരുർനാമ നാമാതി കൃപണസ്യച ശ്രേയസ്കാമോന ഗൃഹീയാത് ജ്യേഷ്ഠപുത്ര കലത്രയോ. ജ്യേഷ്ഠപുത്രൻ മൂത്തപുത്രന്റെ കളത്രം പത്നിയുടെ പേരൊന്നും വിളിക്കാൻ പാടില്ല എന്നാ. പിന്നെ എന്താ തുടക്കം? എന്താ? ഭർത്താവിന്റെ പേര് വിളിക്കാൻ പാടില്ല. ആത്മനാമം ഗുരോർനാമ. ഗുരുവിന്റെയും പേരെടുത്ത് വിളിക്കാൻ പാടില്ല. നാമാതി കൃപണസ്യച. അതിലുപ്തനായിരിക്കുന്ന വ്യക്തിയുടെ പേര് പറയാൻ പാടില്ല. അല്ല, അതിലുപ്തനാണെങ്കിൽ പിന്നെ പേര് പറയേണ്ടി വരില്ല. അവർക്ക് വേറെ പേരുണ്ടായിരിക്കും നാട്ടില്. ടീക്കേ, നാട്ടുകാരിട്ട് കൊടുക്കും അത്. അപ്പോൾ ടീക്ക നോക്കി ബാക്കി. കിമിത്യാക്ഷേപേ. കിം എന്നുള്ളത് ആക്ഷേപാർത്ഥത്തിലാണ്. നതു ചോദ്യാർത്ഥം. നാസ്തിയേവ ലക്ഷണ വ്യത്യാർത്ഥ. ഇതിന്റെ അർത്ഥം എങ്ങനെയായിട്ട് വരിക? കിം എന്ന ആക്ഷേപം ചെയ്തു കഴിഞ്ഞാൽ അത് എവിടത്തേക്ക് മാറും? ആക്ഷേപത്തിൽ നിന്ന് മാറിയിട്ട് നിരാകരണത്തിലേക്ക് പോകും. നാസ്തിയേവ ലക്ഷണം, ലക്ഷണമേ ഇല്ല. ആക്ഷേപേണ അസ്യ ഉത്ഥാനാത് ആക്ഷേപസംഗതി. പൂർവഗ്രന്ഥാനന്തരം. പൂർവഗ്രന്ഥത്തിലെ സൂത്രം എന്താണ്? അഥവാ ബ്രഹ്മജിജ്ഞാസ. അവിടെ പറയപ്പെട്ടിരിക്കുന്ന ബ്രഹ്മവസ്തു ഉണ്ടല്ലോ, അതിന്റെ കാര്യത്തിലാണ് പൂർവക്ഷ ആക്ഷേപം നടത്തുന്നത്. അതിനൊരു ലക്ഷണമില്ല. പിന്നെ ഇവിടുന്ന് ബ്രഹ്മ എന്ന് പറഞ്ഞ് വേറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഉത്തരവും ഈ പൂർവ ഒന്നാമത്തെ സൂത്രവുമായിട്ടുള്ള സംബന്ധമാണ് ആക്ഷേപസംഗതി. അതായത് ആക്ഷേപത്തിന്റെ ഉത്തരം കൊടുക്കുകയാണല്ലോ, അതുകൊണ്ട് ആക്ഷേപസംഗതി എന്ന് പറയാം. ലക്ഷണദ്യോതി വേദാന്താനാം സ്പഷ്ടബ്രഹ്മലിംഗാനാം ലക്ഷ്യ ബ്രഹ്മണി സമന്വയുക്തേ ശ്രുതി ശാസ്ത്ര അധ്യായ പാദ സംഗതേഹ. ഇത് നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. എന്തൊക്കെയാ സംബന്ധം? ശ്രുതി. ഈ സൂത്രത്തിന് സംബന്ധിയായിരിക്കുന്ന ശ്രുതിയായിട്ടും ഈ പാദവുമായിട്ടും അധികരണവുമായിട്ടും ശാസ്ത്രവുമായിട്ടും സംബന്ധം വേണം. എല്ലാം കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും, ഒറ്റക്കെട്ട് കിടക്കും. ഇതിനെയാണ് പറയുന്നത് ലക്ഷണദ്യോതി വേദാന്താനാം. ലക്ഷണപ്രകാശക ബ്രഹ്മലക്ഷണ പ്രകാശകങ്ങളായിരിക്കുന്ന വേദാന്താനം എന്ന് പറഞ്ഞ വേദാന്ത വാക്യാന. സൂത്രം പല വേദാന്ത വാക്യങ്ങളുടെയും നിശ്ചായകനായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് പറയാണ് ഈ സൂത്ര സംബന്ധിയായിരിക്കുന്ന യാതൊരു ശ്രുതിയുണ്ടോ, അതേത് ശ്രുതിയാ? ബ്രഹ്മത്തിന്റെ ലക്ഷണത്തെ ദ്യോതിപ്പിക്കുന്ന ശ്രുതിയാണ്. അങ്ങനെ ഇരിക്കുന്ന വേദാന്താനാം മാത്രമല്ല സ്പഷ്ട ബ്രഹ്മലിംഗാനാം. ചിലത് സ്പഷ്ട ബ്രഹ്മലിംഗങ്ങളായിരിക്കത്തില്ല. ठीक है, ബ്രഹ്മത്തിന്റെ ജ്ഞാപകങ്ങളായിരിക്കുന്ന വാക്യങ്ങൾ സ്പഷ്ടമായിരിക്കത്തില്ല, ചിലത് സ്പഷ്ടമായിരിക്കും. ഇവിടെ ഇപ്പോൾ സ്പഷ്ട ബ്രഹ്മലിംഗങ്ങളായിരിക്കുന്ന വാക്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അവയുടെയൊക്കെ അന്വയം എവിടത്തേക്ക്? ലക്ഷ്യ ബ്രഹ്മണി സമന്വയുക്തേ. ലക്ഷണത്താൽ ലക്ഷിതമാണ് ബ്രഹ്മ. ലക്ഷ്യമായിരിക്കുന്ന ബ്രഹ്മത്തിൽ വാക്യങ്ങളുടെ സമന്വയം എന്ന് പറഞ്ഞ അർത്ഥം, വാക്യങ്ങളുടെ അർത്ഥ നിരൂപണം നടത്തുമ്പോൾ മനസ്സിലാക്കാം ഈ വാക്യങ്ങളെല്ലാം ശുദ്ധബ്രഹ്മത്തെയാണ് പറയുന്നത്, ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ശുദ്ധബ്രഹ്മത്തെ. ശരിയാണോ? വാക്യം ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ശുദ്ധബ്രഹ്മം എന്ന് പറഞ്ഞ വാക്യം ശരിയാണോ? അതെങ്ങനെ നിങ്ങൾ ശരിയാക്കിക്കൊള്ളണം.
ശുദ്ധബ്രഹ്മത്തിൽ അധിഷ്ഠമായിട്ട് ഇവിടെ ജഗത്തിന്റെ കാരണത്വമൊന്നും ഇവിടെ നിൽക്കത്തില്ല. ഇപ്രകാരം സമന്വയം പറയപ്പെടുന്നതിനാൽ എന്തൊക്കെ കിട്ടും? ശ്രുതിയായിട്ടും ആർക്ക്? ഈ സൂത്രത്തിന് ശാസ്ത്രവുമായിട്ടും അധ്യായവുമായിട്ടും പാദവുമായിട്ടും ഈ സൂത്രത്തിന് സംബന്ധം നേരിടുന്നു. ഇതാണ് സംഗതി എന്ന് പറഞ്ഞ സംബന്ധം എന്നർത്ഥം. തഥാഹി അത് എപ്രകാരം എന്നാണെങ്കിൽ ഇനി പറയാണ്, യഥോവ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യപ്രയന്തഭി സംവിശന്തി തദ് ബ്രഹ്മ. എവിടുന്നാണോ ഈ ജഗത്ത് ഉത്പന്നമാവുന്നത്? യഥോ വായുമാനി ഭൂതാനി ജായന്തെ, ഈ ജഡചേതനങ്ങളായിരിക്കുന്ന വസ്തുക്കളെല്ലാം ഏതൊന്നിൽ നിന്നാണോ ഉത്പന്നമാവുന്നത്? യേന ജാതാനി ജീവന്തി, ഉത്പന്നമായിരിക്കുന്നവയെല്ലാം തന്നെ സ്ഥിതികാലത്ത് ഏതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? യത് പ്രയന്തി, പ്രളയകാലത്ത് ഏതിലേക്ക് തിരിച്ചു പോകുന്നുവോ? അഭിസംവിശന്തി, ഏതിലേക്ക് പ്രളയത്തിന് ശേഷം ഏകത്വം പ്രാപിക്കുന്നുവോ? തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മസ്വരൂപം എന്ന് എവിടെയുള്ള വാക്യ ചേച്ചി? ബൃഹദാരണ്യകൻ. ഇതോ വായുമാനി ഭൂതാനി ജായന്തി. കേൾക്കുന്നില്ല കുട്ടി? സംസാരിക്കുന്നില്ല? തൈത്തരിയോ? എവിടെ? തത് കിം ബ്രഹ്മണോ ലക്ഷണം ന വൈദി സന്ദേഹ. ഇവിടെയാണ് ഈ വാക്യത്തെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. കിം ബ്രഹ്മണോ ലക്ഷണം തത് സംഭവതി നവ. ഈ വാക്യം ബ്രഹ്മത്തിന്റെ ലക്ഷണമാകുമോ ഇല്ലയോ? ഇത് സന്ദേഹ, സന്ദേഹമുണ്ട്. തത്ര പൂർവപക്ഷേ ബ്രഹ്മസ്വരൂപ അസിദ്ധ്യ, ബ്രഹ്മസ്വരൂപം തന്നെ സിദ്ധമല്ലാത്തതിനാൽ പിന്നെന്തില്ല? ലക്ഷണമൊന്നും പറയാൻ പറ്റത്തില്ല. ലക്ഷണം പറഞ്ഞിട്ട് ബ്രഹ്മസിദ്ധമാണ്, എന്നിട്ടാണ് പ്രമാണം വേണ്ടത്. ഇവിടെ ഇപ്പോൾ ലക്ഷണത്തിലൂടെ ബ്രഹ്മസ്വരൂപം നിരൂപണം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിനാൽ ഇതാണ് കുറച്ച് ഭാഗം പറയുന്നത് ബ്രഹ്മസ്വരൂപ അസിദ്ധി. സ്വരൂപസിദ്ധി എന്ന് പറയാൻ കാരണം എന്താ? ലക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ ആ വസ്തുവിനെ നിങ്ങൾക്ക് സിദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും? മുക്തിയസിദ്ധി ഫലം, മുക്തിയും സംഭവിക്കത്തില്ല. അതായത് ലക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ സ്വരൂപം സിദ്ധിച്ചേനെ, സ്വരൂപം സിദ്ധിച്ചിരുന്നെങ്കിൽ തത്സംബന്ധിയായിരിക്കുന്നേ പ്രമാണാദി വിചാരത്തിലൂടെ ബ്രഹ്മവിചാര സമ്പന്നമായിട്ട് അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തിൽ എത്തുമ്പോൾ കൈവല്യം പ്രാപിച്ചേനെ. ഇവിടെ ഇപ്പോൾ ലക്ഷണമേ സിദ്ധിക്കാൻ പറ്റാത്തതിനാൽ സ്വരൂപം സിദ്ധിക്കത്തില്ല, സ്വരൂപ സംബന്ധിയായിട്ട് വിചാരം സിദ്ധിക്കത്തില്ല, വിചാരത്തിൽ നിന്ന് ബോധം ഉത്പന്നമാകുന്നില്ല, ബോധത്തിൽ നിന്ന് കൈവല്യം ഉത്പന്നമാകാൻ പോകുന്നില്ല. ഇതാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. സിദ്ധാന്തേ തസിദ്ധി ഭേദ. സിദ്ധാന്തത്തിൽ ഏതിന്റെ സിദ്ധി ഉണ്ടാവും? മുക്തിയുടെ സിദ്ധി ഉണ്ടാവും. ബാക്കിയെല്ലാം പൂർവ്വപംക്തികൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. യദ്യപി ആക്ഷേപ സംഗതോ പൂർവ അധികരണ ഫലമേവ ഫലമിതി കൃത്വ പൃഥങ് ന വക്തവ്യം. ആക്ഷേപ സംഗതി സ്ഥലത്തെ, അതായത് പൂർവ അപര അധികരണങ്ങളോ സൂത്രങ്ങളോ തമ്മിൽ വരുന്ന സംബന്ധം ആക്ഷേപ സംബന്ധമാണെങ്കിൽ പ്രത്യേകിച്ച് ഇനി ഫലം വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പൂർവ്വ അധികരണത്തിലെ ഫലം തന്നെയായിരിക്കും ഇവിടെയും വരാൻ പോകുന്നത്. യദ്യപി ആക്ഷേപസംഗതോ, ആക്ഷേപസംഗതി സ്ഥലത്ത് പൂർവാധികരണ ഫലമേവ ഫലം, പൂർവാധികരണത്തിന്റെ ഏതൊരു ഫലമുണ്ടോ അത് തന്നെയായിരിക്കും ആക്ഷേപസംഗതി വരുന്ന സ്ഥലത്തെ ഉത്തരാധികരണത്തിലെയും ഫലം. ഇതി കൃത്വ എന്ന് ചിന്തിച്ചിട്ട്, എന്ന് വരുത്തിയിട്ട് പ്രതങ്ന വക്തവ്യം, വേറിട്ട് തന്നെ ഫലം പറയേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാ? നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നേരം ഓരോ അധികരണത്തിലും ചിലപ്പോൾ ഫലം ഭിന്ന ഭിന്നമായി മാറും. ഇവിടെ ഇപ്പോൾ ഫലം ഭിന്നമാകത്തില്ല. കാരണം പൂർവാധികരണത്തിൽ നിന്ന് ഉത്തരാധികരണം വരുമ്പോൾ അവിടുത്തെ സംഗതി ആക്ഷേപ സംഗതിയായിരുന്നു. മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ആക്ഷേപം ചെയ്യാണ്. ഇനിയിപ്പോൾ അടുത്ത അധികരണത്തിൽ ആക്ഷേപത്തെ നിരാകരണം നടത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പൂർവാധികരണത്തിന്റെ ഫലം തന്നെയായിരിക്കും ഉത്തരാധികരണത്തിൽ കിട്ടുക. അതുകൊണ്ട് അവിടെ കൂടുതൽ ഫലം പറയേണ്ട ആവശ്യം വരുന്നില്ല. തദുക്തം, ഇതിനെക്കുറിച്ച് ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. ആക്ഷേപേച്ചാപവാദേച പ്രാപ്ത്യാം ലക്ഷണ കർമ്മണി പ്രയോജനം വക്തവ്യം യച്ഛകൃത്വാ പ്രവർത്തതൈതി. ആക്ഷേപം ചെയ്തിട്ട് പിന്നെ അവിടെ അപവാദത്തിന്റെ പ്രാപ്തി വരുമ്പോൾ ഇതിനെ പല രീതിയിൽ അന്വയിക്കാൻ നമ്മൾക്ക് ഇങ്ങനെ അന്വയിച്ചു പോകുമ്പോഴാണ് നല്ലത്. ആദ്യം ആക്ഷേപം, അതിനെ അപവാദം നടത്തുന്ന സ്ഥലത്ത് പ്രാപ്ത്യാം, എന്ത് ലക്ഷണം കർമ്മമായി വരുന്ന സ്ഥലത്ത് ബ്രഹ്മലക്ഷണം ചെയ്യുമ്പോൾ അവിടെ പൂർവ്വത്തിൽ ആക്ഷേപം നടന്ന അതിനുശേഷം അപവാദം ചെയ്യുകയാണെങ്കിൽ യച്ഛകൃത്വ പ്രവർത്തതേ, യാതൊരു ലക്ഷണ സംബന്ധിയായിക്കൊണ്ട് അടുത്ത അധികരണം പ്രവർത്തിക്കുന്നുവോ പ്രയോജന വക്തവ്യം, വേറിട്ട് തന്നെ പ്രയോജനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പൂർവാധികരണത്തിലെ പ്രയോജനം തന്നെയായിരിക്കും ഇവിടെ. പക്ഷെ ചില സ്ഥലത്ത് ഇതിനെ ആക്ഷേപമെന്നും അപവാദമെന്നും പ്രാപ്തി എന്നും ലക്ഷണകർമ്മ എന്നും
കൃത്വ പ്രവൃത്തി 5 മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ജഡിലാന്വയമായി മാറും. ഇവിടെ അന്വയിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തഥാപി സ്പഷ്ടാർത്ഥം ഉക്തമിതി മന്തവ്യം. ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് സാമ്പ്രദായികമായിരിക്കുന്ന രീതിയാണ്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ പറയുന്നത് വിഷയം സ്പഷ്ടമായിക്കോട്ടെ എന്ന് കരുതിയിട്ട സ്പഷ്ടാർത്ഥം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. യത്ര പൂർവാധികരണ സിദ്ധാന്തേന പൂർവപക്ഷ തത്ര അപവാദകീ സംഗതി പ്രാപ്തി തദർത്ഥ ചിന്ത. എവിടെയാണോ പൂർവോത്തരാധികരണം വരുന്ന സ്ഥലത്ത് പൂർവാധികരണ സിദ്ധാന്തേന പൂർവാധികരണത്തിൽ പറഞ്ഞ കാര്യം സിദ്ധാന്തമായിട്ട് വരുമ്പോൾ അത് പൂർവപക്ഷമായി വരിക എന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിച്ചുകൊണ്ടാണ് പൂർവപക്ഷം വരിക. തത്ര അപവാദകീ സംഗതി. അവിടെ ഇപ്പോൾ സിദ്ധാന്തി ആ ആക്ഷേപത്തിന്റെ അപവാദം നടത്തുകൊണ്ട് ആ രീതിയിൽ ഈ അധികരണം എന്തായി അപവാദകി എന്നുള്ള സംബന്ധത്തെ പ്രാപിക്കും. സംഗതി പ്രാപ്തി തദർത്ഥ ചിന്ത. തഥ അപവാദകി സംഗതി പ്രാപ്തി. അപവാദകി എന്നുള്ള സംബന്ധത്തിന്റെ പ്രാപ്തിയുണ്ട്. തദർത്ഥ ചിന്ത എന്ന് പറഞ്ഞാല് പൂർവ്വ അധികരണ പ്രാപ്തമായിരിക്കുന്ന കാര്യത്തെ നിഷേധിച്ചും കൊണ്ട് പൂർവപക്ഷി വരുമ്പോൾ അതിനെ നിഷേധിച്ചും കൊണ്ടാണ് ഉത്തരാധികരണം വരുന്നത് എന്നുള്ളതിനാൽ ഉത്തരാധികരണത്തിന്റെ ചിന്ത പൂർവ്വത്തിൽ ആക്ഷേപത്തിന്റെ നിരാകരണത്തിനായിട്ടായിരിക്കും. തത്ര നീതി പ്രാപ്തി. ഈ ഒരു കാര്യത്തിൽ ഇല്ല എന്ന് പ്രാപിക്കുമ്പോൾ എന്ന് പറയുന്നത് അർത്ഥം ലക്ഷണം ഇല്ല എന്ന് പൂർവപക്ഷ അഭിപ്രായപ്പെടുമ്പോൾ ഇനിയാണ് വരുന്നത്. ജന്മാതിർ ജഗത് ധർമ്മത്വേന ബ്രഹ്മലക്ഷണത്വ അയോഗാത്. നിങ്ങളുടെ സൂത്രത്തെ മുൻനിർത്തി തന്നെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ജന്മസ്ഥിതി ലയം അല്ലെ. ജന്മാതിർ ജഗത് ധർമ്മത്വേന. ജന്മസ്ഥിതി ലയം ആരുടെ? ജഗത്തിൻ്റെതാണ്. ലക്ഷണം ബ്രഹ്മത്തിൻ്റെതും പറയുന്ന ധർമ്മം ജഗത്തിൻ്റെതും ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന ധർമ്മത്തെ ഉപയോഗിച്ചിട്ട് ഇത് ബ്രഹ്മത്തിന്റെ ലക്ഷണമെന്ന് പറയാ? അതാണ് സൂത്രം കണ്ടാൽ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് പൂർവപക്ഷി വെറുതെ കയറി ചൊറിയുന്നതല്ല. കാരണം ഇത്രയും ശ്രദ്ധിച്ചോളണം. ഇവിടെ പ്രശ്നം പരിവിട്ടുണ്ട്. ജന്മാദി എന്ന് ജന്മാദി എന്ന് പറഞ്ഞ വിസർഗമില്ല കേട്ടോ. ആ മുസ്ലിംലിംഗ സ്വരൂപമാണ് ജന്മാദി എന്ന് പറയുന്നത് തന്നെ ഒരു സമസ്ത പദമാണ്. ജന്മം ആദിയിലുള്ളത് യാതൊരു ജന്മസ്ഥിതി പ്രളയങ്ങളുടേതാണോ ആ ജന്മസ്ഥിതി പ്രളയങ്ങളെയാണ് നമ്മൾ ജന്മാദി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കുന്ന ജന്മാദി അസ്യ ജഗതഃ ഈ ജഗത്തിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ജഗത്തിന്റെ ജന്മാദി യതഃ എവിടെ നിന്നാണോ എന്ന് പറഞ്ഞ ജന്മസ്ഥിതി പ്രളയം എവിടെ നിന്നാണോ ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി പ്രളയം എവിടെ നിന്നാണോ തത് ബ്രഹ്മ അതിനെ ബ്രഹ്മ എന്ന് പറയും. ഈ സ്ഥലത്ത് ഒരു ജഗത്തിനെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും എത്ര വിധ കാരണങ്ങൾ ഉണ്ടാവും? സമവായി അസമവായി നിമിത്ത ഭേദ. കാരണം ത്രിവിധം. തത്ര നേതി പ്രാപ്തം ലക്ഷണം ഇല്ല എന്ന് പറഞ്ഞു. കാരണം ജന്മാദേർ ജഗത് ധർമ്മത്വേന ബ്രഹ്മലക്ഷണത്വയോഗാത്. ബ്രഹ്മത്തിന്റെ ലക്ഷണം അതായത് പൃഥ്വിയുടെ ലക്ഷണം പറയാണ് ഗന്ധവത്വം. ഗന്ധവത്വം വൃത്തിയിലിരിക്കുകയോ? ലക്ഷണവും വൃത്തിയിലിരിക്കുക. എത്ര ലക്ഷണം അത്ര ഗന്ധവത്വം, എത്ര ഗന്ധവത്വം അത്ര ലക്ഷണം. അപ്പോഴാണല്ലോ വ്യാപ്യസ്ഥിതി വ്യാപകത്വം സമനീതത്വം സമനീതിയോർ ഐക്യം ഐക്യാത് ലക്ഷണമേവ ഗന്ധവത്വമിതി ഭവതി. തർക്കസങ്കരം കേട്ട് പഠിച്ചുവിടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ധർമ്മം പറയുന്ന നേരം അത് എവിടെ വേണം? ബ്രഹ്മത്തിൽ വേണം. പക്ഷെ ഈ ധർമ്മം എവിടെയാണ് നിങ്ങൾ പറയുന്നത്? ജഗത്തില്. ജഗത്തിന്റെ ലക്ഷണമാണോ ചെയ്യാൻ പോകുന്നത്? അല്ല. ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുമ്പോൾ ധർമ്മം ജഗത്തിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജഗത്തിലിരിക്കുന്ന ധർമ്മം ബ്രഹ്മത്തിന്റെ ലക്ഷണമാവുന്നത്? ചോദ്യം ശരിയാണ്, എന്നാൽ ശരിയല്ല താനും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂർവപക്ഷി ചോദിക്കുന്നത് ശരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരിക്കലും നേരിട്ട് ഉത്തരം കൊടുക്കത്തില്ല ഇവിടെ. അതാരുടെയെങ്കിലും ശാസ്ത്രം രണ്ട് രീതിയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്. അവൻ ചിന്തിക്കുന്നത് വ്യാവഹാരിക അടിസ്ഥാനത്തിലായിരിക്കും, ഇവിടുന്ന് ഉത്തരം കൊടുക്കുന്നത് പാരമാർത്ഥിക അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച സ്ഥലത്തോ ആര് വിചാരിച്ച സ്ഥലത്തോ ഇത് ഉത്തരം പോകത്തില്ല. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാല് മത്സരിച്ച് ജയിക്കാനുള്ള നല്ലത്. ഇത് കാര്യം അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് സ്ഥിതി എന്ന് മനസ്സിലാക്കിയോ. ഉത്തരം കൊടുക്കുന്നത് മായികമായിരിക്കുന്ന ജഗത്തിനെ മുൻനിർത്തിയാണ്. ചോദ്യം വരുന്നത് പാരമാർത്ഥികമായിരിക്കുന്ന ജഗത്തിനെ മുൻനിർത്തിയാണ്. അപ്പൊ പാരമാർത്ഥികമായിരിക്കും ജഗത്തിനെ മുൻനിർത്തി സിദ്ധാന്തിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഉത്തരം കിട്ടുന്ന ആരും പ്രതീക്ഷിക്കണം. ഒരു വേറെ രീതിയിൽ പറയും. അപ്പൊ ജന്മസ്ഥിതി ലയം എന്നുള്ള ധർമ്മം അത് ജഗത്നിഷ്ഠമാണെന്നിരിക്കെ ബ്രഹ്മലക്ഷണത്വ അയോഗ ധർമ്മത്തിന് ലക്ഷണമാകത്തില്ല. എന്നുവെച്ച ജഗത് ഉപാദാനത്വ സതി കർത്തൃത്വം ലക്ഷണവിധി. എന്നുവെച്ച വാച്യം എന്നുള്ളത് പൂർവപക്ഷിയുടേതാണ്, ബാക്കി സിദ്ധാന്തിയാണ്. ഇവിടെ ഇപ്പോൾ സിദ്ധാന്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പൂർവപക്ഷി കണ്ടനം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കുറച്ച് ദൂരം വരെ.
അതിനുശേഷം മുഖ്യ സിദ്ധാന്തി വരും. അതുവരെ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ലക്ഷണം ഒന്ന് മാറ്റുകയാണ്. ജഗത് ഉപാദാനത്തെ സതി കർത്തൃത്വം. ജഗത്തിന്റെ ഉപാദാനമായി കൊണ്ട് ആരാണോ കർത്ത, അതായത് ജഗത്തിന്റെ ഉപാദാനം നൈയായിക എന്ന് പറയുന്നത് പരമാണുവിൽ നിന്ന് ദ്വണുകവും ദ്വണുകത്തിൽ നിന്ന് തൃണുകാതി ക്രമത്തിലാണ് ഈ മഹത്തായിരിക്കും ജഗത്ത് ഉത്പന്നമായത്. അതുകൊണ്ട് ജഗത്തിന്റെ ഉപാദാന കാരണം പരമാണുക്കളായിട്ടേ വിഭജിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ സിദ്ധാന്തത്തിലോ നിമിത്ത അഭിന്ന ഉപാദാനമാണ് പരമാത്മ. അവിടെ തന്നെ നിങ്ങൾക്ക് 3 കാരണത്വം സ്ഥിതിയുണ്ട്, അറിയാലോ. ഈശ്വര കാരണത്വം, ബ്രഹ്മകാരണത്വം, ബ്രഹ്മാധിഷ്ഠാനത്വം. അപ്പോൾ എന്താണ്? ജഗത് ഉപാദാനമായിക്കൊണ്ട് ജഗത്തിന്റെ കർത്താവ് ആരാണോ അതാണ് ബ്രഹ്മ. അപ്പോൾ ജഗത്തിന്റെ കർത്താവ് ജഗത്ത് തന്നെ ആവത്തില്ലല്ലോ. ഇത് നജവാച്യം എന്ന് പറയരുത്. എന്തുകൊണ്ടാ? കർത്തൃ ഉപാദാനത്വ ദൃഷ്ടാന്താഭാവേന അനുമാന അപ്രവൃത്തേ. നിങ്ങൾ ഇത് എങ്ങനെയാ സിദ്ധിക്കുക? പ്രമാണം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളത്? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി. ഇത്രയും വെച്ചിട്ടാണ് പ്രമേയമായിരിക്കുന്ന വസ്തുവിന്റെ സിദ്ധി നടക്കത്തുള്ളൂ. സിദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, നിശ്ചയം നടത്തണം. അവിടെ അനുമാനം വഴി സാധ്യസിദ്ധി നടത്തണമെങ്കിൽ ദൃഷ്ടാന്തം കൊടുക്കണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ദൃഷ്ടാന്തം കൊടുക്കാൻ ഉണ്ടോ? ഇല്ല എന്നാണ് പൂർവപക്ഷി പറയുന്നത്. ഏതിന്? നിമിത്തവും ഉപാദാനവും ഒന്നാവും എന്നുള്ളതിന്. നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ദൃഷ്ടാന്തം ഉണ്ടോ? നിമിത്തവും ഉപാദാനവും ഒന്നാവും എന്നുള്ളതിന് ബ്രഹ്മമല്ലാതെ അവിടുന്ന് വരും. ഊർണനാഭി യഥാ തന്തുവിർ വിശ്ചരന്തേ. എട്ടുകാലി എപ്രകാരം നൂല് നൂൽക്കുന്ന സമയത്ത് എട്ടുകാലിയെ തന്നെയാണ് കർത്താവ്, എട്ടുകാലി തന്നെയാണ് ഉപാദാനവും. ദൃഷ്ടാന്തം കിട്ടാതെ ഒന്നുമില്ല. പക്ഷെ അതിന്റെ ചർച്ച നിങ്ങൾക്ക് ഇതിൽ ഗ്രന്ഥത്തിൽ കുറെ അവസാന ഭാഗത്ത് വരും. അതിൽ കുറെ പ്രശ്നം പരിവട്ടമുണ്ട്. അത് നമുക്ക് അന്നേരം സോൾവ് ചെയ്യാം. ഇവിടുത്തെ ദൃഷ്ടാന്ത അഭാവേന. അപ്പൊ പൂർവക്ഷി പറയാണ് ദൃഷ്ടാന്തം കിട്ടാത്തത് കൊണ്ട് അനുമാനം സംഭവിക്കത്തില്ല. എന്നുവെച്ച ശ്രൗതസ്യ ബ്രഹ്മണ ശ്രുത്യായ ലക്ഷണ സിദ്ധേ കിം അനുമാനേന. ഇതില് സിദ്ധാന്തി തിരിച്ചു ചോദിക്കുകയാണ്. നച്ച ഒഴിവാക്കിയിട്ടുള്ള ഭാഗം ശ്രൗതസ്യ ബ്രഹ്മണ, ശ്രുതി പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മത്തെ എന്ത് പറയും? ശ്രൗതം. ശ്രൗതസ്യ ബ്രഹ്മണ ശ്രുത്യായ ലക്ഷണ സിദ്ധേഹി. ശ്രുതി പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മത്തിന് ശ്രുതി കൊണ്ട് തന്നെ ലക്ഷണം സിദ്ധിക്കുമെന്നിരിക്കെ കിം അനുമാനേന. അനുമാനം വഴി ഇപ്പോൾ ലക്ഷണം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് സിദ്ധാന്തി ചോദിക്കുമ്പോൾ പൂർവപക്ഷി പറയാണ് ഇതിനജവാച്യം എന്ന് പറയരുത്. എന്താ പ്രശ്നം? അനുമാനസ്യ ശ്രുതി അനുഗ്രാഹകത്വന. ശ്രുതിയുടെ അനുഗ്രാഹകനാണ് അനുമാനം. ശ്രുതിയിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് ബലം കൊടുത്തുകൊണ്ട് അനുഗ്രാഹകനായിട്ട് നിൽക്കുകയാണ് ഈ അനുമാനം. ആ സ്ഥലത്ത് തദഭാവേ തത് വിരോധേവ. അനുമാനത്തിന്റെ അഭാവത്താലോ അഥവാ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് അനുമാനം വരുമ്പോഴോ വിരോധേവ ശ്രുത്യർത്ഥാസിദ്ധേഹേ. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം സിദ്ധിക്കപ്പെടത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? അനുമാനം കൊടുക്കണം. വിരോധം മാത്രമല്ല പറഞ്ഞത്, തദഭാവേവ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അനുമാനം ഇല്ലെങ്കിൽ പോലും, അനുഗ്രാഹകനില്ലെങ്കിൽ അനുഗ്രഹീതനാവത്തില്ല ആര്? ശ്രുതി. ഇതെങ്ങനെയാണ് ശ്രുതിയാൽ പറഞ്ഞിരിക്കുന്നത് ലക്ഷണം സിദ്ധമാവുക? എന്നുവെച്ചാ ജഗത് കർത്തൃത്വം ഉപാദാനത്വം വാ പ്രത്യേകം ലക്ഷണമസ്തു. എന്നുവെച്ചാൽ ഒഴിവാക്കിയിട്ട് സിദ്ധാന്തി ജഗത് കർത്തൃത്വം ഒരു ലക്ഷണം, ജഗത് ഉപാദാനത്വം ഒരു ലക്ഷണം, ഇങ്ങനെ ഭിന്ന ഭിന്ന ലക്ഷണമാക്കാൻ പാടില്ലേ? പ്രത്യേക ലക്ഷണമസ്തു ഇതിനജവാച്യം എന്നും പറയരുത്. എന്തുകൊണ്ടാ? കർത്തൃ മാത്രസ്യ ഉപാദാനാത് ഭിന്നസ്യ ബ്രഹ്മത്വ അയോഗാത്. ഉപാദാനത്തിൽ നിന്ന് ഭിന്നമായിട്ട് കർത്താവ് മാത്രമാണ് എങ്കിൽ അതൊരിക്കലും ബ്രഹ്മമാകത്തില്ല. എന്തുകൊണ്ടാ? ന്യൂനത്വം കയറി വരും. മുമ്പ് ഓർമ്മയുണ്ട് ടീക്കയില് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം സിദ്ധിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് അത് മഹത് അർത്ഥം പറയുന്നതാണ്. മഹത്വം പറയണമെങ്കിൽ സകല ന്യൂനത്വവും ഒഴിവാക്കണം. അവിടെ ജഗത് കർത്തൃത്വം മാത്രമായിട്ടിരുന്നാലും ന്യൂനത്വം, ഉപാദാനത്വം മാത്രമായിരുന്നാലും ന്യൂനത്വം വരും. ആയതിനാൽ ഒറ്റ ലക്ഷണം ചെയ്യാൻ പറ്റത്തില്ല. കർത്തൃത്വം മാത്ര ഉപാദാന ഭിന്നസ്യ. ഉപാദാനത്തിൽ ഭിന്നമായിക്കൊണ്ട് കർത്തൃത്വം മാത്രം ബ്രഹ്മത്തിൽ പറഞ്ഞാൽ അത് ബ്രഹ്മമേ ആവത്തില്ല, വ്യാപകത്വർത്ഥം കിട്ടത്തില്ല, ബ്രഹ്മത്വ അയോഗ. അത് എന്തുകൊണ്ടാ പറയാണ്? വസ്തുതഃ പരിച്ഛേദാദിതി പ്രാപ്തേ. ബ്രഹ്മ വ്യാപക വസ്തുവാണ് എന്ന് പറഞ്ഞാൽ പരിച്ഛേദ ശൂന്യമാണ്. ത്രിവിധ പരിച്ഛേദ ശൂന്യം. ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കണം ബ്രഹ്മ. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ പരിച്ഛേദം വന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മമല്ലാതെ പോകുന്ന അർത്ഥം. കാരണം എന്താ? ഒന്ന് ബ്രഹ്മ, രണ്ടാമത്തേതായത് ബ്രഹ്മ കാരണമായിട്ടിരിക്കും. ഏത് രൂപത്തില്? കർത്താവിന്റെ രൂപത്തിൽ. ഉപാദാനം വേറെ ഇരുന്ന് കഴിഞ്ഞാൽ വസ്തുപരിച്ഛേദം വന്നില്ലേ? വസ്തുപരിച്ഛേദം വന്നാൽ ബ്രഹ്മം എങ്ങനെയാവും? അതുകൊണ്ട് ഭിന്ന ഭിന്ന ലക്ഷണവും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പൂർവപക്ഷിയുടെ ഖണ്ഡനമാണ്. ഇത് പ്രാപ്തേ. ഇവിടം വരെ പൂർവപക്ഷി പറയുമ്പോൾ ഇത് സിദ്ധാന്തം സംസാരിക്കുകയാണ്. പുരുഷ അഭ്യൂഹമാത്രസ്യ അനുമാനസ്യ അപ്രതിഷ്ഠിതസ്യ അതീന്ദ്രിയാർത്ഥേ സ്വാതന്ത്ര്യായോഗാത്. പുരുഷന്റെ അഭ്യൂഹം മാത്രമാണ് അനുമാനം.
നിങ്ങൾക്കിനി കുറെ കഴിഞ്ഞ ഒരു സൂത്രം തന്നെ വരും. എന്ത്? തർക്ക പ്രതിഷ്ഠാനാത്. ഈ സകല ഗുരുക്കന്മാരും കോഞ്ഞാട്ടുകളും എടുത്ത് കളിക്കുന്ന ഒരു സൂത്രം കൂടിയാണത്. ബുദ്ധി കൊണ്ടൊന്നും കിട്ടത്തില്ല കേട്ടാ. എന്തുകൊണ്ടാ? തർക്ക പ്രതിഷ്ഠാനാത്. മനസ്സിലായോ? ഇത് അവർക്ക് വേണ്ടി പറഞ്ഞതല്ല, ബ്രഹ്മസൂത്രത്തിലുള്ള സാധനം തന്നെയല്ലേ അത്. കേവല തർക്കത്താൽ സിദ്ധിക്കപ്പെടത്തില്ല എന്നാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പുരുഷ അഭ്യൂഹ മാത്രസ്യ അനുമാനസ്യ. അനുമാനം എന്നുള്ളത് പുരുഷന്റെ അഭ്യൂഹം, പുരുഷന്റെ കൽപ്പന മാത്രമാണ് ഈ അനുമാനം. അത് പ്രതിഷ്ഠയും നേരിടത്തില്ല. കാരണം ഈ നൈയായികന്മാരുടെ മുത്തപ്പൻ രഘുനാഥ് ശിരോമണികൾ പറയുന്നുണ്ട്, വിദുഷ നിവഹൈരിഹേകമത്യാത് യഥദുഷ്ടം നിരിടങ്കിയച്ച ദുഷ്ടം മൈ ജൽപതി കൽപ്പനാധിനാഥേ രഘുനാഥ് മനുതാം തധന്യതേതി. നിങ്ങൾ എല്ലാ വിദ്വാൻമാരും കൂടെ ഇരുന്നിട്ട് ഒരു വസ്തുവിന്റെ ലക്ഷണം സിദ്ധിക്കുക, എന്നിട്ട് പറയാം ഇത് നിർദുഷ്ട ലക്ഷണമാണ്, എന്നാൽ ഞാനതിനെ ദുഷ്ടലക്ഷണമാക്കി കാണിച്ചു തരാം. നിങ്ങൾ ഒന്നിനെ പറയാ ഇത് ദുഷ്ടലക്ഷണമാണ്, ഞാനതിനെ നിർദുഷ്ടമാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞാല് ബുദ്ധിമാൻ എന്തും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. അതുകൊണ്ട് അനുമാനം വഴി അങ്ങ് സിദ്ധിച്ചു കളയാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. മാത്രല്ല അതീന്ദ്രിയാർത്ഥേ സ്വാതന്ത്രയോഗാത്. അതീന്ദ്രിയമായിരിക്കുന്ന വിഷയത്തില് ശ്രുതി സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ ശ്രുതി കൊണ്ട് അനുമാന സ്വതന്ത്രമല്ല, ശ്രുതിയല്ല, ശ്രുതി പ്രമാണമാണ്. അനുമാന സ്വതന്ത്രമായിട്ട് പ്രമാണമായി മാറത്തില്ല അതീന്ദ്രിയാർത്ഥത്തിൽ. ബ്രഹ്മ അതീന്ദ്രിയാർത്ഥമാണ്. അവിടെ കേവല അനുമാനത്താൽ സാധ്യസിദ്ധി നടത്താൻ പറ്റത്തില്ലെന്നർത്ഥം. ഔപരിഷയതയാ നിർദോഷ ശ്രുത്യുക്ത ഉഭയ കാരണത്വസ്യ സുഖാദി ദൃഷ്ടാന്തേന സംഭാവയിതും ശക്യത്വ. അത് മാത്രമല്ല, പൗരുഷയമല്ലാത്ത വസ്തുവാണെന്ത്? പൗരുഷയം എന്ന് പറഞ്ഞാൽ പുരുഷനാൽ നിർമ്മിതമാണെങ്കിൽ പൗരുഷയം. വേദം പുരുഷനാൽ നിർമ്മിതമല്ല എന്നുള്ളതിനാൽ ഔപരുഷയമാണ്. അതുകൊണ്ട് അത് പറ്റി ദോഷമില്ല. പുരുഷനാൽ പ്രണീതമാണെങ്കിൽ പുരുഷന്റെ ബുദ്ധി വൈകല്യമോ അല്ലെങ്കിൽ സാമർഥ്യമോ എല്ലാം കാണാവട്ടെ. ഇവിടെ പുരുഷപ്രണീതമല്ല എന്നുള്ളതിനാൽ നിർദുഷ്ടമാണ് ശ്രുതി. നിർദുഷ്ട ശ്രുതി ആയതിനാൽ ശ്രുതി പ്രതിപാദ്യമായിരിക്കുന്ന വസ്തു വാസ്തവമായിരിക്കും. നിർദോഷ ശ്രുത്യ ഉഭയകാരണത്വസ്യ. ഉഭയകാരണം എന്ന ഉദ്ദേശം എന്താണ്? ഉപാദാനവുമാണ് നിമിത്തവുമാണ്. ഇത് സംഭാവിതും ശക്യത്വാത്. ബ്രഹ്മത്തിൽ ജഗത്തിന്റെ നിമിത്ത കാരണത്വവും ഉപാദാന കാരണത്വവും സംഭവിക്കും. ഏതുപോലെ? സുഖാദി ദൃഷ്ടാന്തേന. ഈ സുഖ ദൃഷ്ടാന്തം കാണിച്ചത് എവിടെയാണോ? സുഖത്തിന്റെ സമവായ കാരണം ആരാ? ആത്മാവിലാണ് സുഖം ഉത്പന്നമാവുന്നതെന്ന് നൈയായികൻ. ഇവിടെ ഇപ്പൊ വേദാന്തി പറയുന്നത് സുഖ ദൃഷ്ടാന്തം കൊടുത്തതിന്റെ അർത്ഥം എന്താ? സുഖത്തിന് നിമിത്ത കാരണവും ഉപാദാന കാരണവും ആത്മാവാകുന്നു എന്നാ. ഇത് നൈയായികന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. നൈയായികന്റെ നിമിത്ത കാരണത്തിന്റെ ലക്ഷണം എന്താ? അത് ഉഭയഭിന്നം കാരണം നിമിത്ത കാരണം എന്നാ. സമവായി അസമവായി ഭിന്ന കാരണമാണ് നിമിത്ത കാരണം. പിന്നെ എങ്ങനെയാണ് സമവായി കാരണമായിരിക്കുന്ന ഉപാദാന കാരണത്തിൽ നിമിത്ത കാരണത്തെ വെച്ചു കൊടുക്കുക? ഇത് നൈയായികന്റെ വായിൽ നിന്ന് വന്നതല്ല, നൈയായികന്റെ വായിലേക്ക് നിങ്ങൾ കുത്തിക്കയറ്റിയതാണ്. നിനക്കും ഇങ്ങനെ മാനിക്കണം. എന്തുകൊണ്ടാ? കർത്താവിൽ നിന്ന് കർമ്മം ചെയ്യപ്പെടുമ്പോഴല്ലേ സുഖോത്പന്നാവത്തുള്ളൂ. അപ്പൊ സുഖത്തിന്റെ നിമിത്ത കാരണം ആത്മാവല്ലേ. അതുകൊണ്ട് അവനെ പഠിപ്പിച്ചിട്ട് പറയാണ് നിനക്കും ഇങ്ങനെ മാനിക്കണം, അല്ലാതെ അവന്റെ സിദ്ധാന്തത്തിൽ നല്ലത് അവൻ കേൾക്കണ്ട. സുഖാദി ദൃഷ്ടാന്തേന, സുഖാദി ദൃഷ്ടാന്തത്തിനനുസരിച്ച് നിമിത്ത കാരണവും ഉപാദാന കാരണവും നമുക്ക് ഒന്നിൽ തന്നെ ആത്മാവിൽ തന്നെ സിദ്ധിക്കാൻ പറ്റും. കാരണത്വ ഉപാദാനത്വ നിമിത്തവും നമ്മൾക്ക് എട്ടുകാലിൽ സിദ്ധിക്കാമായിരുന്നു. പക്ഷേ ആത്മാവിൽ തന്നെ സിദ്ധിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. തദേവ ലക്ഷണം ഇത് സിദ്ധാന്ത ഇതി. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷണം എന്ന് സിദ്ധാന്തം പറയാണ്. എന്ത്? ജഗത്തിന്റെ നിമിത്ത കാരണം ഉപാദാന കാരണം ഏതാണോ അതാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം. ഇനി നിങ്ങൾ ഏതായാലും രണ്ടാമത്തെ സൂത്രം കണ്ടോ? ജന്മാദ്യസ്യ യതഃ. ജന്മാദി, ഇതിന്റെ അർത്ഥം എന്താ? ഇതൊരു സമസ്ത പദമാണ്. ജന്മ, സ്ഥിതി, പ്രളയം എന്നാണ് ജന്മാദിക്ക് അർത്ഥം. അസ്യ കസ്യ ജഗതഃ. 3 പദാണ്. ജന്മാദി, അസ്യ യതഃ. അസ്യ ജന്മാദി യതഃ. അസ്യ ജഗതഃ. ഈ ജഗത്തിന്റെ ജന്മാദി എവിടെ നിന്നാണോ, എന്നിട്ട് ബാക്കി കൂട്ടി ചേർത്തോളുക തദ് ബ്രഹ്മ എന്ന്. എല്ലാ സൂത്രമായിട്ടും നിങ്ങൾ തദ് ബ്രഹ്മ എന്ന് കൂട്ടി ചേർക്കാൻ പറ്റും, ചില സ്ഥലത്ത് ഒഴിവാക്കിയിട്ട്. അപ്പൊ ഏതായാലും വൈയാസിക ന്യായമാലാദ്യം കണ്ടോ? ലക്ഷണം ബ്രഹ്മണോ നാസ്തി കിം വാസ്തി നഹി വിദ്യതേ ജന്മാദേരന്യനിഷ്ഠത്വാത് സത്യാദേശ അപ്രസിദ്ധിതഃ ബ്രഹ്മനിഷ്ഠം കാരണത്വം സ്യാദ് ലക്ഷ്മം. ലക്ഷ്മം എന്നാണ്, ലക്ഷ്യമെന്ന ലക്ഷ്മം സൃഗ്ഭുജംഗവത് ലൗകികാന്യേവ സത്യാദീൻ അഖണ്ഡം ലക്ഷയന്തിഃ. ലക്ഷണം ബ്രഹ്മണോ നാസ്തി കിം വാസ്തി. ഇതാണ് ആദ്യം ചോദ്യം വരുന്നത്. ബ്രഹ്മത്തിൽ ലക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന് പ്രസംഗം വെച്ച് കഴിഞ്ഞാൽ സിദ്ധാന്തിക്ക് മുന്നേ തന്നെ പൂർവപക്ഷി കയറി കണ്ടനം നടത്തും. നഹി വിദ്യതേ കിം ലക്ഷണം. ബ്രഹ്മത്തിൽ ലക്ഷണമൊന്നുമില്ല. അതെന്തുകൊണ്ടാ? ജന്മാദ്യസ്യതയിലൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എന്താ പറയണേ? ജന്മാദര അന്യനിഷ്ഠത്വാദി. ജന്മസ്ഥിതി പ്രളയം ജഗത്തിലായിരിക്കുന്നത്. അതെങ്ങനെ ബ്രഹ്മത്തിൽ ലക്ഷണമാവുക? അല്ല. അപ്പൊ സ്വരൂപ ലക്ഷണം പറയാൻ പാടില്ലേ? സത്യജ്ഞാനമനന്ത ബ്രഹ്മ അങ്ങനത്തെ പ്രസിദ്ധിയേ ഇല്ല.
സത്യാദേശ അപ്രസിദ്ധിത. പിന്നെ എവിടെ നിന്നാണ് സ്വരൂപ ലക്ഷണമോ തടസ്സ ലക്ഷണമോ സിദ്ധിക്കാൻ പറ്റുന്നത്? ഇത്രയും പൂർവക്ഷി പറയുമ്പോൾ സിദ്ധാന്തി വശം പറയാണ് ബ്രഹ്മനിഷ്ഠം കാരണത്വം സ്യാദ്. ലക്ഷ്മം എന്ന് പറഞ്ഞാൽ ലക്ഷണം എന്ന അർത്ഥം കേട്ടോ. ബ്രഹ്മനിഷ്ഠം കാരണത്വം. കാരണത്വം എന്നുള്ളത് ബ്രഹ്മനിഷ്ഠ ലക്ഷണമാവുന്നു. ഏതിന്റെ കാരണത്വം? ജഗത് കാരണത്വം. ഏതുപോലെ ജഗത്തിന്റെ കാരണമാണ് വാസ്തവത്തിൽ ബ്രഹ്മ. പിന്നെ ഭുജംഗവത്. ഭുജംഗം എന്താണ്? പാമ്പ്. ठीक है, ഭുജന ഗച്ഛതി ഭുജംഗ എന്ന് വരണം. ഭുജം തീർന്നു പോയിട്ടാണ് ഇപ്പം വീടുകളിൽ ഉരകമായി മാറിയത്. ठीक है, ഉരുസാ ഗച്ഛതി. അപ്പോൾ ഷ്രക്കിലെ മാലയെ കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നാം. ആ പാമ്പിന്റെ ഉപാദാന കാരണം ഏതാ? മാല എന്ന് പറയുന്നത് പോലെ മാത്രമാണ് ജഗത്തിന്റെ കാരണം ബ്രഹ്മം. ഇത് ശ്രദ്ധിച്ചോളണം. ഇവിടെയാണ് ആൾ ടു ആൾ മാറിപ്പോകുന്നത്. ജഗത്തിനെ വാസ്തവം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഉപാസന പ്രസംഗം വരത്തുള്ളൂ. കാരണം ഉപാസന അധ്യസ്ഥ സ്ഥലം എന്ന് പറഞ്ഞാല് അധ്യാസമാണ്. ठीक है, അപ്പോൾ ജഗത്തിന്റെ സത്യത്വ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. നിഷേധിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മവിചാരത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ എന്താ പറയുന്നത്? മാലയിലെ സർപ്പം പോലെ. അപ്പൊ സർപ്പത്തിന്റെ കാരണമായിട്ട് മാല എപ്രകാരം ഇരിക്കുന്നുവോ അപ്രകാരം മാത്രമാണ് ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ബ്രഹ്മ. ലൗകികാന്യവ സത്യാദീനി. സത്യാദികളൊക്കെ തന്നെ ലൗകിക ശബ്ദങ്ങളാണ്. ठीक है, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വേദത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം ലോകത്തിലും ഉപയോഗിക്കുന്നത് തന്നെയാണ്. ലോകാപഗത സാമർത്ഥ്യ ശബ്ദാഹ വേദേവി ബോധകാഹ. ലോകത്തിൽ അപഗതമായിരിക്കുന്ന ശബ്ദത്തിന്റെ അപഗതമായിരിക്കുന്ന അർത്ഥം ഏതാണോ ആ അർത്ഥത്തിൽ തന്നെയാണ് വേദത്തിലും ശബ്ദം ബോധിപ്പിക്കത്തുള്ളൂ. ലോകാപഗത സാമർത്ഥ്യ ശബ്ദാഹ വേദേവി ബോധകാഹ. അതുകൊണ്ടാണ് പറയുന്നത് സത്യാദീനി സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്നുള്ള പദം വാക്യം എന്ത് ചെയ്യും? അഖണ്ഡം ലക്ഷയന്തി. അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മത്തെ ബോധിപ്പിക്കും. അഖണ്ഡം എന്ന് പറയുന്ന അർത്ഥം ധർമാദികളില്ലാത്ത അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മം. ठीक है. സ്വാമിജി നമസ്തേ. ചാർവാകന്മാരുടെ കാര്യത്തില് ചാർവാകന്മാർ ദേഹാത്മഭാവം, അതായത് ദേഹം തന്നെ ആത്മാവ്, ദേഹം തന്നെ ചൈതന്യം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആണെന്ന് തോന്നുന്നു സ്വാമിജി വ്യാഖ്യാനത്തിൽ പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദേഹം, അതായത് ദേഹം എന്ന് പറയുമ്പോൾ അവരുടെ മനുഷ്യജന്മം ഒന്നുമല്ലേ, ഓരോരോ മനുഷ്യജന്മം കൊണ്ട് അവരുടെ എല്ലാം തീരുകയാണല്ലോ ചാർവാക സിദ്ധാന്തത്തിൽ. മനുഷ്യനല്ലേ, ഏത് ജന്മം എടുത്തു കഴിഞ്ഞാലും ജീവനല്ലേ. ഇപ്പൊ ജീവൻ ശരീരത്തിന് ഭിന്നമായിട്ടിരിക്കത്തില്ലെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ മാത്രമല്ലല്ലോ അവിടെ ജീവൻ. ഏത് ജീവനാണെങ്കിലും ശരീരം മാത്രം. ശരീരം എന്ന് ഉദ്ദേശിച്ചത് പാഞ്ചഭൗതികമല്ല കേട്ടോ, നാലെണ്ണേ ഉള്ളൂ. ആകാശത്തെ മാനിക്കുന്നില്ല. ആകാശം ശൂന്യമാണ്. സ്ഥിതിയാണ് ശരീരം. അതെ അതെ. പക്ഷെ നമ്മൾ ഈ ശരീരത്തിലൂടെയല്ലേ ആത്മാവ് ശരിക്കും അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. നമ്മള് ശരീരത്തിൽ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പൂർണ്ണമായിട്ടും റിഫ്ലക്റ്റഡ് കോൺഷ്യസ് നമ്മൾ പറയുമ്പോൾ കൂടുതലും ശരീരത്തിലൂടെയാണല്ലോ മറ്റ് ചരാചരങ്ങളെ കോൺഷ്യസിനെയാണോ നമുക്ക് അറിയേണ്ടത്? അല്ല, നമ്മള് പറയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചർവകന്മാര് പറയാണ് ഇത് ദേഹം തന്നെയാണ് ആത്മാവെന്ന് പറയുമ്പോൾ ദേഹത്തിലൂടെയാണല്ലോ നമ്മൾ ചൈതന്യം ശരിക്കും നമ്മള് പ്രതിഫലിക്കുന്നത്. അവര് പറയുന്നത് ശരിയല്ലേ? നിങ്ങൾക്ക് മുന്നോട്ട് പറയാം. ഞാൻ നേരത്തെ ചോദിച്ചെന്താ? റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നസ്. റിഫ്ലക്റ്റഡ് കോൺഷ്യസ് എന്നുള്ള പദം തന്നെ തെറ്റാ. കോൺഷ്യസ് എന്ന് പറയുന്ന അർത്ഥം ബോധം. ആ ബോധം എന്താ സാധനം? ജ്ഞാനം. ഈ ജ്ഞാനത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്ന സാധനം? നമ്മുടെ പദം കറക്റ്റ് ആണ്. ഇംഗ്ലീഷിലെ പദങ്ങൾക്കും ദ വിറ്റ്നസ്, സാക്ഷി, അത് കറക്റ്റ് ആണ് സാധനം. അത് ശാസ്ത്രം പഠിക്കാത്തവനും കോർട്ടിലെ വിറ്റ്നസും സാക്ഷിയായിരിക്കും വിറ്റ്നസും ഒക്കെ സമാനമാണ്. കാരണം അവനെന്ത് ഇതേപോലെയാണ് തുടക്കത്തിൽ എല്ലാവരും ചിന്തിക്കുന്നത്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നേരം വ്യാഖ്യാനം കൊടുത്തില്ലെങ്കിൽ കളി നടക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ റിഫ്ലക്റ്റഡ് കോൺഷ്യസ് എന്നുള്ള സാധനം, കോൺഷ്യസ് എന്നുള്ളത് തന്നെ റിഫ്ലക്റ്റഡ് ആയിട്ട് എങ്ങനെ കോൺഷ്യസ് വരും? നിങ്ങളുടെ സിദ്ധാന്തത്തിൽ കോൺഷ്യസ് എന്നുള്ളത് റിഫ്ലക്റ്റഡ് വസ്തുവാണോ? പിന്നെ ഇവിടുന്ന് റിഫ്ലക്റ്റഡ് കോൺഷ്യസ് എന്ന് പറയാൻ പറ്റിയത്? കോൺഷ്യസ് എന്ന് പറയാൻ ബോധം. ബോധം എന്നുള്ളത് എന്താണെന്ന് തിരിച്ചറിയേണ്ട ആദ്യം. ഇംഗ്ലീഷുകാരുടെ സിദ്ധാന്തത്തിൽ കോൺഷ്യസ് എന്നുള്ള സാധനം എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് പോലും ഇപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞ സാധനം അറിയോ? ഇല്ല. നമ്മുടെ ജ്ഞാനം വൃത്തിജ്ഞാനമാണ്. വൃത്തിജ്ഞാനത്തെയാണ് ഈ കോൺഷ്യസ് എന്ന് പറയുന്നത്, അല്ലേ? റിഫ്ലക്റ്റഡ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? കേവല പരമാത്മാവിൽ എത്തിക്കണമെങ്കിൽ ആ കേവല പരമാത്മാവിന് ശരീരമായിട്ട് എന്ത് ബന്ധം? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നവരെ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഒരു പയ്യൻ ഇവിടെ സ്ഥിരമായിട്ട് ചർച്ച നടത്തി, ഈ ആശ്രമത്തിൽ പഠിക്കുന്ന കുട്ടികളുള്ളതാണ്. അപ്പം അവൻ പറഞ്ഞു വ്യാപകനല്ലേ. ഞാൻ ചോദിച്ചു വ്യാപകത്തെ എവിടുന്ന് വന്നു ബ്രഹ്മത്തിൽ? വ്യാപകം എന്ന് പറയുന്ന അർത്ഥം അപ്പം ഒന്നും കൂടി വിശദീകരിക്കും. സർവ്വവ്യാപം. സർവ്വം എന്ന് പറയുന്ന അർത്ഥം ജഗത്ത്. ജഗത്തുണ്ടെങ്കിലല്ലേ സർവ്വവ്യാപകത്വം ബ്രഹ്മത്തിൽ വരത്തുള്ളൂ. സാപേക്ഷികമായിട്ടാണ് വ്യാപകം ഇതൊക്കെ പറയുന്നത്. സാപേക്ഷികമായിരിക്കുന്ന വസ്തുവിനെ അല്ലല്ലോ അറിയേണ്ടത്. അല്ല.
മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം കണ്ടിച്ചിട്ട്, അതായത് ബ്രഹ്മാകാര വൃത്തി വരുന്നത് വരെ ശാസ്ത്രത്തിലൂടെയുള്ള യുക്തിയെയും ശാസ്ത്രത്തിൽ ജനിച്ചിരിക്കുന്ന വസ്തുബോധത്തെയും നിലനിർത്തുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിരഭ്യാസം ചെയ്ത് ശീലിക്കുമ്പോൾ മാത്രമേ പിടികിട്ടത്തുള്ളൂ എവിടേക്കാണ് ഇനി ട്രബിൾ വരാൻ പോകുന്നത്. ഉപാസകന്മാർക്ക് ഈ സാധനം അടുത്തോടെ പോകത്തില്ല. അതെന്തുകൊണ്ടത്? ഉപാസകന്മാർ ജഗത്ത് ഉണ്ട് എന്ന് മാനിച്ചിട്ട് മണിയും കിളിക്ക് ഉപാസനം നടത്തി ഇപ്പം വീടും വിചാരിച്ച് നിൽക്കുകയാണ്. ഇത് ഒരാളെന്നല്ല, ഈ സന്യാസ ഫീൽഡിൽ തന്നെ 90% ജനങ്ങൾ 90 up to 99 ഉപാസന നടത്തി ഇപ്പം തെളിയിച്ച് കളയാൻ എന്നുള്ള കണ്ടീഷനിലാണ്. ഇത് സാധനം വേറെയാണ് കുട്ടികളെ. ഇതിന്റെ റൂട്ടേ എൻ്റയർ ഡിഫറെന്റ് ആണ്. ഇത് പിടികിട്ടാത്ത കാലത്തോളം ബ്രഹ്മവിചാരത്തിലേക്ക് കടക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ആ ഉപാസന സൈഡ് വെച്ച ആൾക്കാർക്ക് പോലും പിന്നെയും പ്രശ്നമുണ്ട്. അപ്പൊ ഉപാസന സൈഡ് വെച്ചില്ല എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് നമ്മൾ അത് ഞാനല്ലല്ലോ, ഈ മധുസൂദന സരസ്വതികള് സംക്ഷേപ ശാരീരത്തിന്റെ ടീക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട് സാധനം. ഉപാസകനോ പറഞ്ഞു കൊടുക്കേണ്ട, അവന് തലയിൽ കയറത്തില്ല സാധനം. അത് വായിച്ചിട്ട് ശരിക്കും ആനന്ദം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച സാധനയുടെ പന്തി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. കാരണം ഇതിന്റെ വ്യത്യാസം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. പക്ഷേ തുടക്കത്തിലേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഇത് ഇവിടുന്ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ സാധനങ്ങളിൽ. ഉപാസന ആവശ്യമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമൊന്നുമല്ല, ചെയ്യുന്നതല്ലേ വെച്ചാൽ ചെയ്യുന്നത് നല്ലതാണ്. ഇതാണ് ഇതിന്റെ ആക്രി ഉത്തരം. അല്ലാതെ ഉപാസന കൊണ്ട് ഉപാസനയെ പ്രമാണമില്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവുക? അതൊരിക്കലും ഉണ്ടാകത്തില്ല. ഈ രീതിയിൽ ഉപാസന ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം വിചാര ജായത ബോധോ എന്നാണ്. ഉപാസനയാം ജായത ബോധം ഒന്നും ഇവിടെ ഇല്ല. ഉപാസന എന്നുള്ളത് തന്നെ അധ്യാസ സ്വരൂപമാണത്. അധ്യാസാത്മക ജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് അജ്ഞാനം നഷ്ടപ്പെടുക? ഇതൊന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉപാസകന്മാർക്ക് കലിപ്പ് കയറും. കാരണം അവരുടെ സിസ്റ്റത്തിൽ ഇതൊക്കെ അവരെന്നിട്ട് കൊണ്ടുപോകും. നീ വലിയ, ഞാൻ വലിയെന്നല്ല, നിങ്ങൾ ശാസ്ത്രത്തിനനുസരിച്ച് കണ്ടിച്ച് കാണിച്ചു തന്നെ, അല്ലാതെ നമ്മളെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യരുത്. നിങ്ങൾ കൊണ്ടുവന്നിരുന്ന പലപ്പോഴും വ്യക്തികൾ മാത്രമായിരിക്കും. ആ ഗുരു മയിലിന്റെ പൊക്കത്ത് കയറിപ്പോയതും ഈ ഗുരുവിന്റെ അടുത്ത് പാമ്പും തവളയും വന്നിരുന്നത്, ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. നമ്മൾ ക്ലാസ് ഒരു വട്ടം ഒന്ന് പോസായി ഒന്നെക്കൊണ്ട് ഒരു സന്യാസി കയറി ഇതിൽ കൊളുത്താൻ നോക്കിയതാണ്. ഏത് അറിയാലോ, നിങ്ങൾ സന്യാസിമാരുടെ കൂടെ നടന്നു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാവും. ഇതൊന്നും അല്ല, ശാസ്ത്രം പഠിക്കുന്ന ഇഷ്ടമേ അല്ല, ശാസ്ത്രം പറഞ്ഞു കൊടുക്കാനും പാടില്ല. ഇതിന്റെ അപ്പുറം ഒരു സാധനമുണ്ട്. അതെന്താന്ന് പറഞ്ഞു തന്നെ, അതൊക്കെ ഗുരുകൃപ കൊണ്ട് മനസ്സിലാവും. ഇവൻ ഇതുവരെ ഗുരുവിന്റെ സേവ നടത്തിയില്ല. കാരണം ഗുരുവിന്റെ സേവ നടത്തിയില്ലെങ്കിൽ ആ ആശ്രമം കിട്ടൂലായിരുന്നു. ആശ്രമം വേറെ ആള് കൊണ്ടുപോയനെ. നമുക്കിതിന്റെ ഉള്ളിൽ നിന്നാൽ അറിയാം എന്താ സംഭവിക്കുന്നുള്ളത്. ഇതിനൊരു മുഖംമൂടി വെക്കുന്നതാണ് ഗുരുവും സിദ്ധാന്തവും പരിപാടി. ഇതിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ വേദാന്ത വിചാരം കിട്ടത്തില്ല. വേദാന്ത വിചാരം വേറെ തന്നെ. ഇവിടെ ഇന്നിപ്പോൾ മഹേഷ്, നമ്മുടെ അദ്വൈതത്തിലിരിക്കുന്ന വയ്യൻസ് ഇല്ലേ, അവൻ പറയുന്നുണ്ട് അതിനുള്ള തൻ്റെ ഇടം വേറെയാ. ഇത് അറിഞ്ഞതുകൊണ്ടല്ല, അതാണ് ശരി. ബ്രഹ്മവസ്തു അറിഞ്ഞതുകൊണ്ടല്ല, ഉപാസനയെ സൈഡ് വെച്ചിട്ട് വിചാരത്തിൽ നിൽക്കുന്ന തൻ്റെ ഇടം വേറെയാ. മറ്റുള്ളവർക്ക് പേടിയാണിത്. എന്തെങ്കിലും എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ച പോലെയാ. നിങ്ങൾക്ക് ഉപാസനയൊക്കെ ചെയ്യട്ടോ, നമ്മളിത് ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം വെച്ചിട്ടാണ്. ഞാൻ പറയുന്ന അല്ല എന്നല്ല, ഇത് മനസ്സിലാക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് ഉപാസന ലക്ഷ്യത്തിൽ എത്തിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട. ഉപാസനയുടെ ഫലം ജഗതാന്തർഗതമാണ്. എത്രയോ സ്ഥലത്ത് പാടി പറയും. പക്ഷെ അപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാത്തത് നമ്മുടെ ദൃഢബുദ്ധി ഉണ്ട്. എവിടെ? സോക്കോൾഡ് ഗുരുക്കന്മാരിലെ ദൃഢബുദ്ധി. അവരെന്താ പറഞ്ഞ അതേ നമ്മൾക്ക് പ്രമാണമായിട്ടുള്ളൂ. എന്ത് ചെയ്യാനാ? നിങ്ങൾ തന്നെ അന്വേഷിച്ചിറങ്ങുക, എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുണ്ട്, എത്രയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെ ജന്മവാസനയ്ക്ക് അനുസരിച്ചേ അവർ പോകത്തുള്ളൂ. വേദാന്തം പഠിക്കേണ്ടതിനെ വേദാന്തം പഠിക്കത്തുള്ളൂ. അവൻ ഉപാസന ചെയ്തിട്ട് പഠിക്കലാണെങ്കിൽ അങ്ങനെ ചെയ്യും, ചെയ്യാതെ പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇപ്പൊ ബ്രഹ്മചര്യാവസ്ഥയിലും വേദാന്തം പഠിക്കാമല്ലോ. അവിടെ അവൻ എന്ത് വിധിച്ചിട്ടുണ്ട്? സന്ധ്യാവന്തനാദികൾ വിധിച്ചിട്ടുണ്ട്. ചെയ്തില്ലെങ്കിൽ പറയുന്നത് ദോഷം ഉണ്ടാവുന്ന ആര്? പൂർവ്വമാംസികന്മാര്. സിദ്ധാന്തി പറയുന്നത് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ദോഷം ഉണ്ടാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? അത് സിദ്ധാന്തം പൊളിയുന്ന പരിപാടിയാണിത്. സിദ്ധാന്തത്തില് അസത്തിൽ നിന്ന് സത്ത് ഉത്പന്നമാകത്തില്ല. ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ അഭാവമാണ്. അഭാവത്തിൽ നിന്ന് ഭാവോത്പത്തി നടക്കത്തില്ല. പക്ഷേ ഭാഷകാരൻ പറയും മുമ്പുണ്ടായിരുന്ന പാപത്തിൽ നിന്ന് ഫലം കിട്ടാൻ പോകുന്നു എന്നുള്ളതിന്റെ ദ്യോതകൻ മാത്രമാണെന്ന്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഈ സന്ധ്യാവന്തനം ചെയ്ത് മാത്രമേ പുണ്യം കിട്ടത്തുള്ളൂ എന്നുണ്ടോ? നിങ്ങൾക്ക് ശ്രവണത്തിൽ പുണ്യം കിട്ടത്തില്ലേ? പുണ്യേന പാപ അപനതി എന്നല്ലേ നിങ്ങളുടെ സിദ്ധാന്തം. ഇതൊക്കെ ആരാണ് ഉൾക്കൊണ്ട് ജീവിക്കുന്നത്? അവരുടെ അവരുടെ രീതിക്കനുസരിച്ചിരിക്കും. ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണായ.